ഹായ് മക്കളെ, വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും എജ്യൂപോഡിൻ്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മോഡൽ എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. ഒരു മാസത്തിൽ താഴെ മാത്രമേ നിങ്ങളുടെ പബ്ലിക് എക്സാമിനുള്ളൂ. സോ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക. രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ, അല്ലെങ്കിൽ എന്ന് മുതൽ പഠിച്ചു തുടങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, നിങ്ങൾ ഇപ്പോൾ പഠിച്ച ഈ പഠിപ്പിൻ്റെ അളവിൽ, ഇപ്പോൾ നിങ്ങൾ ബിസിനസ് കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, എക്കണോമിക്സ് കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹിസ്റ്ററി കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, പൊളിറ്റിക്സ് കുറച്ച് പഠിച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾ കുറച്ച് പഠിച്ച ആളുകളാണെങ്കിൽ ഈ ഒരു പഠിച്ച കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് എത്ര % മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങളൊരു കോൺഫിഡൻസ്. അല്ലെ, ചിലർ പറയും എനിക്ക് 60% പറ്റും, ചിലർ പറയും എനിക്ക് 50% പറ്റും, ചിലർ പറയും എനിക്ക് 40% പറ്റും, ചിലർ എനിക്ക് 90% വരെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ പഠിപ്പ് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ആ രണ്ട് കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾക്കായിട്ടുള്ളതാണ്. മക്കളെ, ഇനി നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഒരു മാസത്തിൽ താഴെയുള്ളൂ. മോഡൽ എക്സാം ഇതാ ഈ കയ്യെത്തും ദൂരത്താണ്. എന്നാണ് നിങ്ങൾ ഇനി പഠിച്ചു തുടങ്ങുക? ഞാൻ 2 ദിവസം മുമ്പ് വെയിറ്റേജ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊമേഴ്സിൻ്റെയും ഹ്യൂമാനിറ്റീസിൻ്റെയും ചില സബ്ജക്റ്റുകളുടെ വെയിറ്റേജ് വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ അതിനിടയിൽ വന്ന കമൻറ്റുകളാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം. എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോയുടെ താഴ്ന്ന കമൻറ്റുകൾ എന്താ, പഠിച്ചു തുടങ്ങിയിട്ടില്ല, എനിക്കത് വേണം, എനിക്ക് അതാക്കണം, ഇതാക്കണം, ഇനി എന്താ ചെയ്യാന്നുള്ള സാറേ ടെൻഷൻ ആവുന്നുണ്ട്, പേടിയാവുന്നുണ്ട്, അത് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്, അങ്ങനത്തെ ഒരുപാട് ടെൻഷൻ നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് വിഷയം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് +1 കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും 6 വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 2 ലാംഗ്വേജ് വെച്ച് ബാക്കിയുള്ള 4 വിഷയങ്ങൾ നിങ്ങളൊന്ന് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ആദ്യം തുറന്നു നോക്കുക. തുറക്കാത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ നോട്ട് പോലും ഇല്ലാത്ത ആളുകളുണ്ടാവും, പലതരത്തിലുള്ള ആളുകളുണ്ടാവും. നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറി ആണെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇല്ല, നോട്ടില്ല, പോയിന്റ് ചെയ്ത് നോട്ടില്ല, ഇല്ലെങ്കിൽ ഒക്കെ എന്ത് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറക്കുക. എന്നിട്ട് ഓരോ ചാപ്റ്റർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ചില ചാപ്റ്റേഴ്സ് അറിയാത്തതായിരിക്കും. അറിയാത്ത ചാപ്റ്റർ നിങ്ങൾ കുറച്ച് കൂടുതൽ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. അറിയുന്ന ചാപ്റ്റർ തൽക്കാലം ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ദിവസവും ഒരു 3 മണിക്കൂറെങ്കിലും പഠിക്കണം. കാരണം ഇത് പറയാൻ മറ്റൊരു കാരണം, ഈ ഒരു കാര്യം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, ഇന്നിപ്പോൾ ഈ വീഡിയോ കണ്ട സ്ഥിതിക്ക് ഇന്ന് മുതൽ പഠിക്കണം, വേണ്ട നാളെ ആവട്ടെ, നാളെ മുതൽ പഠിച്ചു തുടങ്ങാം. നമ്മളൊരു കാര്യം നാളത്തേക്ക് മാറ്റി വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫലപ്രാപ്തിയോടെ കുറയാണ് ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് അല്ലേ. ഒരു കാര്യവും അടുത്ത നാളെ അല്ലെങ്കിൽ അടുത്ത മിനിറ്റിലേക്ക് മാറ്റി വെക്കരുത്. നിങ്ങൾ ഇന്ന് ഈ നിമിഷം ഇപ്പോൾ പഠിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഒരു മാസത്തിനുള്ളിൽ നടക്കുന്ന നിങ്ങളുടെ പബ്ലിക് എക്സാമിന് അടിപൊളിയായിട്ടൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ലൈവുകൾ തരും, റെക്കോർഡ് വീഡിയോസ് തരും, പിന്നെ ഷോർട്സ് തരും, എല്ലാ കാര്യങ്ങളും തരും. പക്ഷേ ആ തരുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ തലച്ചോറിലേക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒരു തവണയെങ്കിലും ടെക്സ്റ്റിലെയും നോട്ടിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചിട്ട് അതിൻ്റെ തിയറീസും അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. സോ അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഡെയിലി ഒരു 3 മണിക്കൂറാണ് പൊതുവേ ഞാൻ എല്ലാവരോടും പറയാറ്. പക്ഷേ നിങ്ങൾ ഒരു 4 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. ഒരു ഡെയിലി 4 മണിക്കൂർ പഠിക്കുക. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, യൂട്യൂബ് ഷോർട്സ്, വാട്സപ്പ് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക. ഇത്തരം നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ പഠനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ, ചിലപ്പോൾ ചില ആളുകളായിരിക്കാം, സിനിമയായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, പിന്നെ ഷോർട്ട് ഫിലിംസ്, അല്ലെങ്കിൽ ആനിമ, അല്ലെങ്കിൽ വെബ് സീരീസ്, അങ്ങനെ എന്തുമാവാം. നിങ്ങളുടെ മനസ്സിനെ പഠനത്തിൽ നിന്ന് പിന്നോട്ടേക്ക് വലിക്കുന്ന എന്തുണ്ടോ അതിനോടൊക്കെ കടക്ക് പുറത്ത്, അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ട് അതിനോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് ഫുൾ ടൈം നിങ്ങൾ ഇനിയുള്ള ഒരു മാസം പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ എജ്യൂപോഡിൻ്റെ ലൈവ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. കാരണം നമ്മൾ ഓരോ സബ്ജക്റ്റിനെയും ലൈവ് തരുന്നുണ്ട്, അതിന് നോട്ട്സ് തരുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് അടങ്ങിയ നോട്ട്സാണ് നമ്മൾ തരുന്നത്. സോ ആ നോട്ട്സൊക്കെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കിട്ടും. നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ, നോട്ട് നോക്കി കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ ഈ നോട്ട് നോക്കി കറക്റ്റായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവണമെങ്കിൽ ആ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ എങ്കിലും നിങ്ങൾക്ക് വേണം. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കിലെയും കണ്ടൻറ്റ് എന്താണെന്ന് ഒരു തവണയെങ്കിലും അറിഞ്ഞിരിക്കണം. സോ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ഇനിയുള്ള ദിവസമെങ്കിലും കഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യുക, 3 മണിക്കൂർ പഠിക്കണം. നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റാണ് ടഫ്, ഓരോ സബ്ജക്റ്റിനെയും ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിരിക്കും, ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ടഫ് ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ടഫ്, ഏതൊക്കെ ടോപ്പിക്കാണ് ടഫ്, ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ. ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ലൈവിൽ ഡൗട്ട് ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. സോ മക്കളെ, പഠിച്ചു തുടങ്ങുക. ഇനിയും പഠിക്കാത്തവരോട് ഞാൻ കൈ കൂപ്പിക്കൊണ്ട് പറയണം, മക്കളെ, നിങ്ങളിപ്പോൾ ഇനിയും പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ റിഗ്രറ്റ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇപ്പം പഠിക്കാതിരുന്നാൽ ഒരു മാസത്തിനുള്ളിൽ നടക്കുന്ന പബ്ലിക് എക്സാം നിങ്ങൾക്ക് മാർക്ക് കുറയുകയും പിന്നെ അത് +2 മാർക്കിനെ ബാധിക്കുകയും പിന്നെ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് നല്ലൊരു കോളേജിലേക്ക് സീറ്റ് കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരെത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മക്കളെ, ഞാൻ കൈ കൂപ്പിക്കൊണ്ട് എൻ്റെ കൊച്ചനുജന്മാരോടും അനുജത്തിമാരോടും ഞാൻ പറയുകയാണ്, മക്കളെ, ഇനിയെങ്കിലും നിങ്ങൾ
ഇനിയെങ്കിലും നിങ്ങൾ മക്കളെ, എൻ്റെ അനുജന്മാരും അനുജിത്തിമാരും ആവാനുള്ള പ്രായമേ നിങ്ങൾക്കുള്ളൂ. സോ ഒരു മമ്മൂട്ടിയുടെ വല്യേട്ടൻ എന്ന് പറയുന്ന സിനിമയിലെ വല്യേട്ടൻ പറയുന്ന പോലെ എൻ്റെ മക്കളെ ഞാൻ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കാൻ തുടങ്ങണം. ഡെയിലി ഒരു 3 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ പഠനത്തിൽ നിന്ന് പിന്നോട്ടേക്ക് വലിക്കുന്ന ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ അതിനോട് നോ പറയുക, സ്നാപ്ചാറ്റ് ആണെങ്കിൽ അതിനോട് നോ പറയുക, ഇനി ഏതെങ്കിലും ആളുകളാണെങ്കിൽ അതിനോട് നോ പറയുക, സിനിമയാണെങ്കിൽ എന്താണ് അതിനോട് നോ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, എഫേർട്ട് എടുത്ത് ഡെയിലി രാത്രി ഒരു 3 മണിക്കൂറും പകലൊരു 2 മണിക്കൂറും ചുരുങ്ങിയത് 5 മണിക്കൂർ, 3 മണിക്കൂർ ഞാൻ നേരത്തെ പറയുന്നത്, അതിലധികം നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്ത് അത്രയും നല്ലത്. ചുരുങ്ങിയത് 5 മണിക്കൂറെങ്കിൽ നിങ്ങൾ പഠനത്തിനായിട്ട് മാറ്റി വെക്കുക. പഠിക്കുമ്പോൾ നിങ്ങൾ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കി, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഒന്നുകൂടി വായിച്ച് ലൈവ് കണ്ട് ഒന്നുകൂടി സെറ്റാക്കി ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് PYQs റെഫർ ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ചാൽ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ ഫുൾ മാർക്ക് എന്നത് വലിയൊരു ബാലികേറാ മലയല്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ പറ്റും. സോ അങ്ങനെ കയറി ഒരുപാട് കുട്ടികൾ നമുക്കറിയാം. സോ മക്കളെ, അതിലൊരാൾ ഫുൾ മാർക്ക് കിട്ടുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഒന്നും നാളേക്ക് വെക്കരുത്. നാളേക്ക് വെച്ചാൽ നിങ്ങൾ പിന്നെയും അത് നാളെ നീളെന്ന് പറഞ്ഞിട്ട് ഒരു മഹാമടിയനെ പോലെ മല ചുമക്കേണ്ടി വരും. സോ മടിയൻ മല ചുമക്കാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ, ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം മുതൽ ഞാൻ പഠിക്കും, ഞാൻ തയ്യാറാണ്, ഞാൻ റെഡിയാണെന്ന് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. ഞാൻ പഠിക്കും, ഞാൻ തയ്യാറാണ്, ഞാൻ റെഡിയാണ്, ഞാൻ ഓക്കെ ആണെന്നുള്ളത് എന്ത് ചെയ്യും, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുത്തിട്ട് അവരോടും എന്ത് ചെയ്യുക, വീഡിയോ കണ്ടിട്ട് ഒന്ന് പഠിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ അവരോട് എന്ത് ചെയ്യുക, ആ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറയാം. സോ നിങ്ങളുടെ മനസ്സിനെ പിന്തിരിപ്പിക്കുന്ന ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് പോലുള്ള സാധനങ്ങളെയും TV, സിനിമ, വെബ് സീരീസ്, യൂട്യൂബ് വീഡിയോസ് അതിനെയൊക്കെ മാറ്റി വെച്ചിട്ട് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം യൂട്യൂബിൽ കാണുക. ഡെയിലി ഒരു 3 മുതൽ 5 മണിക്കൂർ വരെ പഠിക്കുക. ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. PYQs റെഫർ ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓരോ ലൈവിലും ഒന്ന് ചോദിച്ചാലൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരും. സോ സെറ്റാക്കി വെക്കാം, റെഡിയാക്കി വെക്കാം. എല്ലാവർക്കും +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിലെ പബ്ലിക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.